എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൽ ഇപ്പോൾ പുതിയ പുതിയ അപ്ഗ്രഡേഷന്റെ കാലമാണല്ലോ. പുതിയ പുതിയ റൈഡർ ഓരോ മാസവും ഓരോ കമ്പനികളുടെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ടൊരു വന്ന റൈഡറാണ് ലിമിറ്റ്ലെസ് റൈഡർ. അത് HDFC എർഗോന്റെ ഒരു പ്ലാനിൽ HDFC എർഗോന്റെ പ്ലാനുകളിൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള റൈഡറാണ്. അതിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം 2-3 കോളുകൾ എനിക്ക് കിട്ടി. അതായത് ലിമിറ്റ്ലെസ് റൈഡർ എന്താണ് അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ എന്നൊരു റൈഡർ ഉണ്ടല്ലോ, പിന്നെ എന്താണ് ഇതിന്റെ എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവർക്ക് ഞാൻ റിപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു കൂടുതൽ പേർക്ക് ഈ ഡൗട്ട് ഉണ്ടാവും. കാരണം ലിമിറ്റ്ലെസ് റൈഡറും അൺലിമിറ്റഡ് റെസ്റ്റോറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടാവും എന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. നമുക്ക് ഈ ലിമിറ്റ്ലെസ് റൈഡറും അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ റൈഡറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ എന്താണെന്ന് നോക്കാം. റെസ്റ്റോറേഷൻ മുന്നേ തന്നെ, അതായത് ഒരു 5-8 കൊല്ലമായിട്ട് ഫീൽഡിൽ പല കമ്പനികളുടെ പ്ലാനിൽ ഉള്ളതാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അതായത് റെസ്റ്റോറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് നിങ്ങളുടെ ഫുൾ സം അഷ്യൂർഡ് എന്ന് വെക്കുക. അതായത് 10 ലക്ഷം രൂപയുടെ സം അഷ്യൂർഡ് നിങ്ങൾക്കുണ്ട്. ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നു. അതായത് ഇപ്പോൾ 10 ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ 7.5 ലക്ഷമായി. എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. എക്സാമ്പിൾ ഒരു പിക്ചറിന്റെ സഹായത്തോടെ കാണിച്ചാൽ കുറച്ചുകൂടി ഈസി ആവുമെന്ന് വിചാരിച്ച് കാണിച്ചു. ഇപ്പൊ 7.5 ലക്ഷമായി എന്ന് കരുതുക. ഈ 7.5 ലക്ഷം നമ്മൾ ഡിസ്ചാർജ് ആയി, അതായത് നമ്മൾ ഇത് യൂസ് ചെയ്തു, അതായത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്ത് ഡിസ്ചാർജ് ആയി. അതിനുശേഷം നമ്മൾ എന്നാണോ ഡിസ്ചാർജ് ആവുന്നത്, ഡിസ്ചാർജ് ആയി പുറത്തിറങ്ങുന്ന ഉടനെ തന്നെ ഇത് ഫുൾ 10 ലക്ഷം സം അഷ്യൂർഡ് ആയിട്ട് തിരിച്ചു വരുന്ന ഇതാണ് റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ സഹായത്താൽ, പിക്ചർ വിഷ്വലൈസേഷന്റെ സഹായത്താൽ ഇത് മനസ്സിലായി എന്ന് വരുന്നു. ഇതാണ് റെസ്റ്റോറേഷൻ. ഇത് ഇങ്ങനെ അൺലിമിറ്റഡ് ടൈംസ്, അതായത് നമ്മൾ 10 ലക്ഷം രൂപയുണ്ട്, നമ്മൾ അഡ്മിറ്റ് ആയി, നമ്മൾ 2.5 ലക്ഷം യൂസ് ചെയ്തു, നമ്മൾ ഡിസ്ചാർജ് ആയി പുറത്തിറങ്ങി, വീണ്ടും 10 ലക്ഷമായി. ഇതിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് എപ്പോഴാണോ നമ്മൾ അഡ്മിറ്റ് ആയി പുറത്തിറങ്ങുന്നത്, വീണ്ടും തന്നെ എന്താണോ നമ്മുടെ ബേസ് സം അഷ്യൂർഡ് അത് റെസ്റ്റോർ ചെയ്യുന്ന, റീഫിൽ ചെയ്യുന്ന പ്രോസസ്സാണ് അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റോറേഷനും അൺലിമിറ്റഡ് റെസ്റ്റോറേഷനും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി ലിമിറ്റ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ലിമിറ്റ്ലെസ് റൈഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു 10 ലക്ഷം സം അഷ്യൂർഡ് ഉണ്ട്. 10 ലക്ഷം സം അഷ്യൂർഡിൽ അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ആവണം. പക്ഷേ അൺഫോർച്ചുനേറ്റ് ഇവന്റ്സിൽ വളരെ കുറച്ച് പേർക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് ഒരു മാരകമായ ആക്സിഡന്റ് സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു വളരെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പോലത്തെ വലിയ അസുഖങ്ങൾ 30-40 ലക്ഷം 50 ലക്ഷം രൂപ വരെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡിസ്ചാർജ് ആവാനൊന്നും കഴിയില്ല, ICUലൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് ഒരു തവണ ഈ ലിമിറ്റ്ലെസ് റൈഡറിൽ നമ്മുടെ സം അഷ്യൂർഡ് ലിമിറ്റ്ലെസ് ആയിരിക്കും. അതായത് 10 ലക്ഷം എന്നുള്ള സം അഷ്യൂർഡ് ഒരു പോളിസിയുടെ കാലയളവിൽ ലിമിറ്റ്ലെസ് ആയിട്ട് വർക്ക് ഔട്ട് ആവും. അതായത് 50 ലക്ഷം, 1 കോടി എത്ര വന്നു കഴിഞ്ഞാലും ഒരു ക്ലെയിമിൽ അത് ക്ലെയിം ആയി പോകുന്ന അർത്ഥം. നമ്മൾ അൺലിമിറ്റഡ് റെസ്റ്റോറേഷനിൽ നമ്മൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മറ്റേ കേസിൽ ലിമിറ്റ്ലെസ് റൈഡർ എടുത്തില്ലെങ്കിൽ നമ്മൾ 10 ലക്ഷം നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരും. ബാക്കിയുള്ള 50 ലക്ഷമാണ് വന്നെങ്കിൽ 40 ലക്ഷം നമ്മുടെ പോക്കറ്റിൽ നിന്ന് വെക്കേണ്ടതാണ്. ലിമിറ്റ്ലെസ് റൈഡർ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ എമൗണ്ടും നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാം. അപ്പോൾ ലിമിറ്റ്ലെസ് റൈഡർ എന്ന് വെച്ചാൽ പുതിയൊരു ഇന്നോവേഷൻ ആണ്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ലിമിറ്റ്ലെസ് റൈഡറും ഈ അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് കരുതുന്നു. ലിമിറ്റ്ലെസ് റൈഡർ ആൻഡ് അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ റൈഡർ തമ്മിലുള്ള ഡിഫറൻസ് ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വിവരങ്ങൾ, പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് ലോ, മ്യൂച്വൽ ഫണ്ടോ, ലൈഫ് ഇൻഷുറൻസ് ലോ, ഇങ്ങനത്തെ ഫിനാൻഷ്യൽ ഫീൽഡിൽ പുതിയ വരുന്ന ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന വീഡിയോസ് ആണ് ഈ ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടി വരും. ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാം